ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീക്വൻറ്റ് പാറ്റേൺ ഗ്രോത്ത് അല്ലെങ്കിൽ FP ഗ്രോത്ത് അൽഗോരിതം. എപ്രിയോറി അൽഗോരിതത്തിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനുമാണ് ഫ്രീക്വൻറ്റ് പാറ്റേൺ ഗ്രോത്ത്. സോ നമ്മൾ ഈ ഫ്രീക്വൻറ്റ് പാറ്റേൺ ഗ്രോത്ത് അൽഗോരിതം ജനറേറ്റ് ചെയ്തത് നമ്മുടെ എപ്രിയോറി അൽഗോരിതത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് എപ്രിയോറി അൽഗോരിതത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു നമ്മളൊരു കാൻഡിഡേറ്റ് സെറ്റ് ക്രിയേറ്റ് ചെയ്യും. ആ കാൻഡിഡേറ്റ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്താ, അതിനകത്ത് ഒരുപാട് സെറ്റുകൾ കാണും. ദെൻ അതിനകത്ത് പ്രൂൺ സ്റ്റെപ്പ് പെർഫോം ചെയ്യും. ആൻഡ് ബൈ യൂസിങ് ദ പ്രൂൺ സ്റ്റെപ്പ് വി ക്യാൻ ഡിസ്കാർഡ് ദ അൺവാണ്ടഡ് സെറ്റ്സ് നമുക്ക് ഡിസ്കാർഡ് ചെയ്യാനായിട്ട് പറ്റും. സോ പ്രൂൺ സ്റ്റെപ്പ് യൂസ് ചെയ്ത് കാൻഡിഡേറ്റ് സെറ്റിൻ്റെ അതായത് CKയുടെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ഗുഡ് പെർഫോമൻസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിലും വി നീഡ് ടു ജനറേറ്റ് എ ഹ്യൂജ് സെറ്റ് ഓഫ് കാൻഡിഡേറ്റ് സെറ്റ്. നമ്മൾ ഒരു ഹ്യൂജ് സെറ്റ് ഓഫ് കാൻഡിഡേറ്റ് സെറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും ഇല്ലേ. അതായത് ആദ്യമേ കാൻഡിഡേറ്റ് സെറ്റിൽ നമുക്ക് ഇപ്പോൾ ഒരു 100 എലമെൻറ്റ്സ് കാണും, അല്ലെങ്കിൽ 100 സെറ്റ് കാണും. ദെൻ ആഫ്റ്റർ പ്രൂൺ സെറ്റ് ചിലപ്പോൾ 50 സെറ്റ് ആയിരിക്കാം. റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിലും അവിടെ 100 ആദ്യമേ ജനറേറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് പ്രൂൺ ചെയ്തിട്ട് മാത്രമേ നമുക്കത് 50 ആയിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ പല സ്റ്റെപ്പിൽ ഇതേപോലെ കാൻഡിഡേറ്റ് സെറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അത് ഇതിൻ്റെ ഒരു ഓവർ ഹെഡാണ്, ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് സ്കാൻ ഓവർ ദിസ് ട്രാൻസാക്ഷൻ ഡേറ്റാബേസ്. നമ്മൾ ട്രാൻസാക്ഷൻ ഡേറ്റാബേസിലൂടെ നമ്മൾ റിപ്പീറ്റായിട്ട് സ്കാൻ ചെയ്യേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജസ്. സോ ഈ ഡിസഡ്വാൻറ്റേജ് എല്ലാം അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ FP ഗ്രോത്ത് അൽഗോരിതം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. FP ഗ്രോത്ത് അൽഗോരിതത്തിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ എപ്രിയോറി അൽഗോരിതം. എപ്രിയോറി അൽഗോരിതത്തിനെക്കാട്ടി ഫാസ്റ്ററാണ്. ഇതിനകത്ത് കാൻഡിഡേറ്റ് സെറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടി വരത്തില്ല. ആൻഡ് വി നീഡ് ടു പെർഫോം ഓൺലി 2 പാസസ് ഓർ സ്കാൻ ഓവർ ദ ഡേറ്റാബേസിലൂടെ നമ്മൾ ജസ്റ്റ് 2 സ്കാൻ മാത്രം പെർഫോം ചെയ്താൽ മതി. അത് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബട്ട് ഇതിനും ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെയിൻ ഡിസഡ്വാൻറ്റേജ് ഇറ്റ് ഈസ് ടു എക്സ്പെൻസീവ് ടു ബിൽഡ്. ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ എക്സ്പെൻസീവ് ആണ്. ദെൻ FP ട്രീ എന്ന് പറയുന്നത് നമ്മളിതിനകത്തൊരു FP ട്രീ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് മേ നോട്ട് ഫിറ്റ് ഇൻ മെമ്മറിയിൽ ഫിറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. സോ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് എപ്രിയോറി അൽഗോരിതം? പ്രൂൺ സ്റ്റെപ്പ് വഴി നമുക്ക് സൈസ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും ഓഫ് കാൻഡിഡേറ്റ് സെറ്റ്. ബട്ട് വി നീഡ് ടു ജനറേറ്റ് ഹ്യൂജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ് സെറ്റ്. ആൻഡ് ആൾസോ ദ സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് ഈസ് repeated scanning of the transaction database. Then what are the advantages of FP growth algorithm? It is faster than a priori algorithm and no need to generate candidate sets, and we need to perform only 2 passes over the database. But however, there exist some disadvantages over the FP growth algorithm. The disadvantages are it may not fit in memory and it is so expensive to build. Then what are the main steps in FP growth algorithm? ഈ FP ഗ്രോത്ത് അൽഗോരിതത്തിൽ നമ്മൾ 4 സ്റ്റെപ്സാണ് പെർഫോം ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഡേറ്റാബേസിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നു. ഡേറ്റാബേസിൻ്റെ സൈസിനെ നമ്മൾ കംപ്രസ് ചെയ്തിട്ട് ഒരു FP ട്രീ ജനറേറ്റ് ചെയ്യും. അതായത് FP ട്രീ നമ്മൾ ജനറേറ്റ് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആണ്. ജനറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോബ്ലം വഴി മനസ്സിലാക്കും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓരോ ഐറ്റത്തിനെ ബേസ് ചെയ്തും, സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഓരോ ഐറ്റത്തിനെ ബേസ് ചെയ്തും എന്ത് ചെയ്യണം, ഓരോ ഫ്രീക്വൻ്റ് ഐറ്റത്തിനെ ബേസ് ചെയ്തും ഒരു കണ്ടീഷണൽ പാറ്റേൺ ജനറേറ്റ് ചെയ്യണം. ഓരോ ഐറ്റത്തിനെ ബേസ് ചെയ്തും കണ്ടീഷണൽ പാറ്റേൺ ബേസ് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ദാറ്റ് ബേസ് ഈസ് ക്രിയേറ്റഡ് ബൈ ലുക്കിംഗ് ഡൗൺ ദ FP ട്രീ നോക്കിയിട്ടായിരിക്കും നമ്മൾ ആ കണ്ടീഷണൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡേറ്റാബേസ് കംപ്രസ് ചെയ്തിട്ടൊരു FP ട്രീ കൺസ്ട്രക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ FP ട്രീയിൽ കംപ്രസ്ഡ് ഫോമിലാണെങ്കിലും നമുക്കൊരു ഡേറ്റാബേസ് നോക്കുമ്പം കാണാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, ദാറ്റ് മീൻസ് ഐറ്റംസ് തമ്മിലുള്ള അസോസിയേഷൻസും, അതുപോലെ ഒരു ഐറ്റം എത്ര ടൈം പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഒരു ഐറ്റത്തിൻ്റെ കൂടെ വേറെ ഏതൊക്കെ ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ആ അസോസിയേഷൻ ഇൻഫോർമേഷൻ എല്ലാം കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, FP ട്രീയിൽ നിന്ന് കിട്ടും. നമുക്ക് ട്രീ വരയ്ക്കുമ്പോൾ മനസ്സിലാവും. ദെൻ FP ട്രീ നോക്കിയിട്ടാണ് ഓരോ ഐറ്റത്തിൻ്റെയും ബേസിസിൽ നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, പാറ്റേൺ ബേസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ദെൻ ആ പാറ്റേൺ ബേസിനെ ബേസ് ചെയ്ത് നമ്മൾ വീണ്ടും ഒരു കണ്ടീഷണൽ FP ട്രീ കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ആദ്യം ജനറലൈസ് ചെയ്ത് ഓവറാൾ ഒരു FP ട്രീയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ ഓരോ ഐറ്റത്തിനെ ബേസ് ചെയ്തും പാറ്റേൺ ജനറേറ്റ് ചെയ്യും. തേർഡ് സ്റ്റെപ്പിൽ ആ കണ്ടീഷണൽ പാറ്റേണെ ബേസ് ചെയ്ത് ട്രീ കൺസ്ട്രക്ട് ചെയ്യുക മീൻസ്
കുറച്ചും കൂടെ മൈൻഡ് അല്ലെങ്കിൽ മിനിമൈസ്ഡ് ആയിട്ടുള്ള ട്രീ ആയിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതായത് ഓരോ ഐറ്റത്തിനെ ബേസ് ചെയ്ത് എഫ് പി ട്രീ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ജനറേറ്റ് ചെയ്ത എഫ് പി ട്രീനെക്കാട്ടി കുറച്ചും കൂടി സ്മോൾ മോഡലായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഫ്രീക്വൻറ്റ് പാറ്റേൺസ് ജനറേറ്റ് ചെയ്യും. ഫ്രീക്വൻറ്റ് പാറ്റേൺസ് മീൻസ് എന്താ? ഫ്രീക്വൻ്റായിട്ട് നമ്മൾ ബൈ ചെയ്യുന്ന ഐറ്റംസിനെയാണ് ഫ്രീക്വൻറ്റ് പാറ്റേൺസ് എന്ന് പറയുന്നത്. ആ ഫ്രീക്വൻറ്റ് പാറ്റേൺസിനെ നമ്മൾ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഫ്രീക്വൻറ്റ് പാറ്റേൺസ് നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൗണ്ട് കൂടുതലുള്ള പാറ്റേൺ ആയിരിക്കും നമ്മൾ സ്ട്രോങ് റൂളായിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അല്ലാതെ എപ്രയോറി അൽഗോരിതത്തിനെ പോലെ ഇവിടെ നമുക്ക് കോൺഫിഡൻസും റിപ്പീറ്റഡ് ആയിട്ട് കൗണ്ടും കാര്യങ്ങളും ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഈ 4 സ്റ്റെപ്പ് മാത്രം പെർഫോം ചെയ്താൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എഫ് പി ട്രീ കൺസ്ട്രക്ട് ചെയ്യുക. ദെൻ ആ എഫ് പി ട്രീനെ യൂസ് ചെയ്ത് നമ്മൾ ഓരോ ഐറ്റത്തിനെയും ബേസ് ചെയ്ത് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത കണ്ടീഷണൽ പാറ്റേൺ. അപ്പോൾ കണ്ടീഷണൽ പാറ്റേൺ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റാ ബേസിനെ ഒന്നും കൂടെ സബ് ഡേറ്റാ ബേസ് ആക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ആ പാറ്റേണിനെ ബേസ് ചെയ്ത് നമ്മൾ എഫ് പി ട്രീ കൺസ്ട്രക്ട് ചെയ്യുക. ലാസ്റ്റ് അതിനെ ബേസ് ചെയ്ത് എഫ് പി ഫ്രീക്വൻറ്റ് പാറ്റേൺസ് ജനറേറ്റ് ചെയ്ത ആ ഫ്രീക്വൻറ്റ് പാറ്റേൺസിൽ നമ്പർ ഓഫ് ഐറ്റംസ് കൂടുതലുള്ളതിനെയായിരിക്കും നമ്മൾ സ്ട്രോങ് അസോസിയേഷൻ റൂളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോബ്ലം അല്ലെങ്കിൽ ഈ സ്റ്റെപ്സൊക്കെ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഫ് പി ട്രീ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ടുന്നൊരു കാര്യം, നമ്മുടെ ഈ ട്രാൻസാക്ഷൻ, നമുക്ക് ഇതേപോലെ ട്രാൻസാക്ഷൻ ഡേറ്റാബേസ് തരും. നമ്മൾ എപ്രയോറി അൽഗോരിതത്തിൽ പഠിച്ച സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ട്രാൻസാക്ഷൻ ഡേറ്റാബേസ് തരും. ആ ഡേറ്റാബേസിൽ നോക്കി നമ്മുടെ ഓരോ ഐറ്റത്തിൻ്റെയും കൗണ്ട് കണ്ടുപിടിക്കണം. ദെൻ ആ കൗണ്ടിനെ ഡിക്രീസിങ് ഓർഡറിൽ എഴുതണം. ഫസ്റ്റ് ഐറ്റത്തിൻ്റെ കൗണ്ട് കണ്ടുപിടിക്കുക. First we have to find out the item count. Then next arrange them in descending order. ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് അപ്പോൾ കൗണ്ട് കണ്ടുപിടിക്കാം. ഫസ്റ്റ് I1ൻ്റെ കൗണ്ട് എടുക്കുകയാണെങ്കിൽ I1 എത്ര ടൈംസ് ഉണ്ട് ഇവിടെ? 1 2 3 4 5 6 ടൈംസ് ഉണ്ട് I1. ദെൻ I2 നോക്കുവാണെങ്കിലോ 1 2 3 4 5 6 7 ടൈംസ് ഉണ്ട്. സോ I2 7 ടൈംസ്. ദെൻ I3 നോക്കുവാണെങ്കിലോ I3 1 2 3 4 5 6 I3യും 6 ടൈംസ് ആണുള്ളത്. ദെൻ I4 1 2 I4 2 ടൈംസ് ആണ്. ദെൻ I5ഉം 1 2 I5ഉം 2 ടൈംസ് ആണുള്ളത്. സോ ഇതാണ് കൗണ്ട്. ഇനി ഇതിനെ നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതണം. ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതണമെന്നുമ്പോൾ ഫസ്റ്റ് ആരായിരിക്കും? നമ്മുടെ I2 ആയിരിക്കും. അതിൻ്റെ കൗണ്ട് 7. ദെൻ I1 അതിൻ്റെ കൗണ്ട് 6. I3 അതിൻ്റെ കൗണ്ട് 6. ദെൻ I4 അതിൻ്റെ കൗണ്ട് 2. I5 അതിൻ്റെ കൗണ്ട് 2. ഓക്കെ, കൗണ്ട് കണ്ടുപിടിക്കുക. കൗണ്ടിനെ നമ്മൾ ഡിക്രീസിങ് ഓർഡറിൽ എഴുതുക. ഓക്കെ, നമ്മൾ ഐറ്റത്തിന് ഡിക്രീസിങ് ഓർഡറിൽ എഴുതിയിട്ട് ഇവിടെ നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഡേറ്റാബേസിനെ ഒരു തവണ സ്കാൻ ചെയ്തിട്ടാണ് ഈ പറഞ്ഞ് നമുക്ക് ഡിക്രീസിങ് ഓർഡറിൽ ഐറ്റത്തിൻ്റെ കൗണ്ട് എഴുതിയതില്ലേ. അപ്പോൾ 1 ടൈം ഡേറ്റാബേസിനെ സ്കാൻ ചെയ്തു. ഇനി നമ്മൾ ഒരു തവണ കൂടി സ്കാൻ ചെയ്യും. ഒരു തവണ കൂടി സ്കാൻ ചെയ്തിട്ടായിരിക്കും നമ്മുടെ എഫ് പി ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എഫ് പി ട്രീനെ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ എഫ് പി ട്രീനെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഓരോ ട്രാൻസാക്ഷൻസും ഒന്നും കൂടെ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തിട്ട് ഈ ഐറ്റംസിനെ എല്ലാം നമ്മൾ ഈ ടേബിളിൻ്റെ ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും എടുക്കുന്നത്.